GST വിലക്കുറവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. സ്വാഭാവികമായും ആളുകൾ മുഴുവൻ അതിന്റെ ഒരു പക്ഷേ ഒരു വലിയ ആശ്വാസത്തിലായിരിക്കും ഉണ്ടാവുക. എത്ര കണ്ട് മാർക്കറ്റിൽ ഈ സമയം പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതിന്റെ എന്നുള്ളതാണ് അറിയേണ്ടത്. മാത്രമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് 2 സ്ലാബുകളാക്കി കുറച്ചിരിക്കുകയാണ് അല്ലെ, 5, 18 അങ്ങനെ 2 സ്ലാബുകളാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ മാത്രമായിരിക്കും ഇനി മുതൽ GST നികുതി നിരക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ സ്ലാബുകളിൽ നിജപ്പെടുത്തിയ ഉൽപ്പന്നങ്ങളുടെയും സേവനത്തിന്റെയും വില കുറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഒരുപാട് ഇതുണ്ട്, ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയുന്നു എന്നുള്ളതാണ്. പാൽ ഉൽപ്പന്നങ്ങൾക്കും വില കുറയുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസിന് നികുതി ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചെറിയ കാറുകൾക്ക് വില കുറയും, പക്ഷെ ആഡംബര കാറുകൾക്ക് വില കൂടുമെന്നുള്ളത് കൂടിയാണ്. അപ്പൊ എന്തൊക്കെ നടക്കുന്നു മാർക്കറ്റിൽ, ഇതൊക്കെ റിഫ്ലക്ട് ആയി തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ടല്ലേ. വിവിധയിടങ്ങളിൽ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സജു തോമസ് ദില്ലിയിൽ നിന്ന്, സിജോ വി ജോൺ തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം സജുവിലേക്ക് പോവാം അല്ലേ? സജു പഹാഡ്ഗഞ്ചിലേക്ക് നേരത്തെ പോവാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയതാണ്. പഹാഡ്ഗഞ്ച് ഓഫീസിന് തൊട്ടടുത്ത് തന്നെയാണ്. പഹാഡ്ഗഞ്ചിൽ എത്തിയിട്ടുണ്ടോ സജു? എന്താണ് അവിടെ മാർക്കറ്റിൽ ആളുകൾ ഈ ആശ്വാസം കണ്ടറിഞ്ഞ് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടോ? അവർക്കത് വിലക്കുറവിൽ വാങ്ങാൻ കഴിയുന്നുണ്ടോ? എന്താണ് മാർക്കറ്റിലെ സ്ഥിതി? സൈഫുദ്ദീൻ, ഇപ്പോൾ നമ്മൾ കേരള ഹൗസിന് മുൻപിലാണ്. പഹാഡ്ഗഞ്ചിലെ മാർക്കറ്റ്, അതായത് ഹോൾസെയിൽ മാർക്കറ്റുകളാണ്. അതായതുകൊണ്ട് തന്നെ ഒരു 10 മണിയോട് കൂടിയാണ് അവിടേക്കൊക്കെ ജനങ്ങൾ എത്തിത്തുടങ്ങുക. എന്തായാലും വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വലിയ രീതിയിൽ ജനത്തിരക്കുണ്ട്. പ്രത്യേകിച്ച് വലിയ മാളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ ജനങ്ങൾ എത്തുന്നതെന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഡൽഹിയിലെ ചില മാർക്കറ്റുകളടക്കം ഇപ്പോൾ ചില തിരക്കുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മൾ അല്പസമയം കൂടി കഴിയുമ്പോൾ നമ്മൾ അവിടേക്ക് എന്തായാലും എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഡൽഹി നമുക്കറിയാം ഒരു കേന്ദ്രഭരണ പ്രദേശം കൂടി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ് ഡൽഹി എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു പുതിയ സ്ലാബ് നയങ്ങൾ അല്ലെങ്കിൽ GST പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജനങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ അവർ അതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം നിരവധിയായിട്ടുള്ള പോസ്റ്റുകളാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ സൈഫുദ്ദീനും ജിൽസിയും സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ഗുണകരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ GST പരിഷ്കരണം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് 700-ലധികം സാധനങ്ങളുടെയാണ് വിലക്കുറവ് വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ചില സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ദിവസോപയോഗ, അതായത് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അതിപ്പോൾ ധാന്യങ്ങളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ എണ്ണ ആയിക്കോട്ടെ, പേസ്റ്റ് ആയിക്കോട്ടെ, മറ്റ് എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവ് വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാർക്കറ്റിലേക്ക് എത്തുന്നവരുടെ പ്രതികരണങ്ങൾ കൂടിയാണ് ഇത് എത്രത്തോളമാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ GST 2 സ്ലാബുകളിലേക്ക് 2017 നടപ്പിലാക്കിയ 5, 12, 18, 28 എന്ന 4 സ്ലാബുകൾ അത് 2 സ്ലാബുകളിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അടക്കമുള്ളവയുടെ GST ഒഴിവാക്കിയിരിക്കുകയാണ്, നികുതി രഹിതമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചെറുവാഹനങ്ങളുടെ വിലയിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 1500 cc മുകളിലുള്ള കാറുകൾക്ക് മാത്രമാണ് വലിയ രീതിയിലുള്ള വിലവർധനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ആഡംബര കാറുകൾക്കും ആഡംബര വസ്തുക്കൾക്കും മാത്രമാണ് വിലവർധനം വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശീതളപാനീയങ്ങൾ, അതോടൊപ്പം തന്നെ ബീഡി, സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കും 40% GST ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് സാധനങ്ങളെല്ലാം തന്നെ ബ്രെഡ് ആയിക്കോട്ടെ, ചീസ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ മറ്റ് പനീർ ഉൽപ്പന്നങ്ങൾ, ധാന്യങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിലക്കുറവാണ് വന്നിരിക്കുന്നത്. അത് മാർക്കറ്റിൽ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എത്രത്തോളമാണ് ഈ വിലവർധനവ് അല്ലെങ്കിൽ വിലക്കുറവ് ജനങ്ങളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് മനസ്സിലായത്. എന്നാൽ നമുക്ക് ഈ ദേശീയ മാധ്യമങ്ങളോടും അതോടൊപ്പം തന്നെ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഇപ്പോഴും വലിയ തിരക്കുകളുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റിലേക്ക് ഈ വീട്ടുപകരണങ്ങൾ, പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, വലിയ TV അടക്കമുള്ളവയ്ക്ക് വിലക്കുറവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് മാർക്കറ്റുകളിലും വലിയ വിലക്കുറവ് തന്നെ ഉണ്ട്. അത് ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. എന്തായാലും നവരാത്രിയോടനുബന്ധിച്ച് ഇതിൽ ഏറ്റവും പ്രധാനമുള്ളത് ഈ വിലക്കുറവൊക്കെ ജനങ്ങൾക്ക് തന്നെ കിട്ടണം. ഇതിന്റെ ഗുണഭോക്താക്കൾ ജനങ്ങളാവണം എന്നുള്ളതാണ്. കച്ചവടക്കാർ ഇതിന്റെ ലാഭം എടുക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളിൽ എത്തുന്നതാണ് അതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അതിന് എത്രത്തോളം കാര്യക്ഷമമായ ഇടപെടലുകൾ സർക്കാരുകളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള ചോദ്യം കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും ജിൽസി, അതായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നഷ്ടപരിഹാര തുക സംസ്ഥാനങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം, ഒരു സോപ്പ് ആയിക്കോട്ടെ, ഏറ്റവും വില കുറഞ്ഞ ഒരു 40 രൂപയുടെ എന്തെങ്കിലും ഒരു ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് അതിൽ ഇപ്പോഴത്തെ പ്രിന്റിംഗ് വില 40ആണ്. അപ്പോൾ 40 രൂപയ്ക്ക് മാർക്കറ്റിൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവിനാണ് ഇപ്പോൾ ഒരു 34 അല്ലെങ്കിൽ 36 വിലയിലേക്ക് താഴ്ന്നിരിക്കുന്നത്. അപ്പോൾ 40 രൂപയ്ക്ക് ഇവർ വിറ്റെങ്കിൽ മാത്രമേ ഇവരൊരു പക്ഷേ ഈ എല്ലാ ഷോപ്പുകളും ഈ സാധനങ്ങൾ വാങ്ങിച്ചേക്കുന്നത് ഒരുപക്ഷെ 36 അല്ലെങ്കിൽ 38 രൂപയ്ക്കോ ആയിരിക്കും. അപ്പോൾ അവർക്ക് അത് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഒരു 4 രൂപ അല്ലെങ്കിൽ 5 രൂപയുടെ ലാഭമായിരിക്കും അവർക്ക് മാക്സിമം കിട്ടുന്നത്. അപ്പോൾ
അത്രയും ഉയർന്ന വില കൊടുത്ത് ഒരു സാധനം വാങ്ങി വെച്ച് ആ സാധനത്തിന് വില കുറയുമ്പോൾ അതിൽ വരുന്ന നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാരുകൾ നൽകണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് GST കൗൺസിലിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് കേന്ദ്രം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അത്